വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സമയമല്ല എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ വ്യക്തമാക്കിയത്. സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പിന്തുണ നൽകുന്നു, ഒറ്റക്കെട്ടായി എല്ലാവരും പിന്തുണ നൽകുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും വ്യക്തമാക്കിയത്. അതുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സമയമല്ല ഇത് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിന് പിന്തുണ നൽകിയിരിക്കുന്നു. സേനകൾ നടത്തിയിട്ടുള്ള ഈ ഒരു നീക്കത്തിന് ശക്തമായ പിന്തുണ നൽകിയിരിക്കുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, രാജ്യത്തിൻ്റെ അഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിമർശനമല്ല വേണ്ടത്, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നതാണ് വേണ്ടത്. ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇരുവരും ഏതായാലും വിമർശനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തീർച്ചയായും സർക്കാരിന് ഇപ്പോൾ സർക്കാർ നൽകിയ എല്ലാ വിശദീകരണങ്ങളും കേട്ടിരിക്കുന്നു. എന്തൊക്കെ നീക്കങ്ങളാണ് സർക്കാർ നടത്തിയത്, കാര്യങ്ങൾ ഇപ്പോൾ വിശദമായി കേട്ട ശേഷം സർക്കാരിന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ഈ സർവകക്ഷി യോഗത്തിൽ. ഏതായാലും ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എല്ലാവരും ഇപ്പോൾ പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഏതായാലും ചില നേതാക്കൾ ഇവിടെ വിജയ് ചൗക്കിലേക്ക് വന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് സർവകക്ഷി യോഗത്തിൽ ചർച്ചകൾ നടന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്, വിശദീകരിച്ചത്